ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റിയായ ഒരു നാരങ്ങ അച്ചാർ ഉണ്ടാക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ ശരി, വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി നല്ല പോലെ പഴുത്ത 1 കിലോ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ കഴുകിയെടുക്കണം. അച്ചാർ ഉണ്ടാക്കുമ്പോൾ പഴുത്ത നാരങ്ങയാണ് എപ്പോഴും നല്ലത്. ഇത് കയ്പ്പ് കുറക്കാനും സഹായിക്കും. ഇനി ഇത് നല്ല പോലെ കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1.5 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സാദാ പച്ചവെള്ളം തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ 1 സ്പൂൺ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് സ്റ്റൗവിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒരു 3-4 മിനിറ്റ് ഇതുപോലെ പുഴുങ്ങിയെടുത്താൽ മതിയെ. ഇതുപോലെ തുടർച്ചയായി ഇളക്കി കൊടുത്താൽ നല്ലതാണ്. ഇത് കുറേ സമയം ഇട്ട് തിളപ്പിക്കരുത്, അപ്പം ഈ നാരങ്ങയുടെ തൊണ്ട് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇതുപോലെ തുടർച്ചയായി ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 3-4 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതിയെ. ഇതിൻ്റെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വെട്ടി തിളപ്പിക്കല്ലേ. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ ഒരു 3-4 മിനിറ്റ് ഇതുപോലെ പുഴുങ്ങിയെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ചൂടാറിയതിന് ശേഷം ഇതിൽ നിന്ന് നാരങ്ങ ഇതുപോലെ അങ്ങ് മാറ്റി കൊടുക്കാം. ഈ നാരങ്ങ മൊത്തം ഞാൻ ഈ വെള്ളത്തിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ടിഷ്യൂവോ കോട്ടൺ ടവലോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നല്ലപോലെ വെള്ളം തുടച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു ടിഷ്യൂ വെച്ചിട്ടാണ് ഇതിൻ്റെ വെള്ളം മൊത്തം തുടച്ച് മാറ്റുന്നത്. ഇനി ഈ നാരങ്ങ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇഷ്ടമില്ല അളവിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ വലിയ നാരങ്ങ 6 പീസായിട്ടും ചെറിയ നാരങ്ങ 4 പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കത്തിക്കോ പാത്രത്തിനോ ഒന്നും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. അത് നല്ല പോലെ തുടച്ചെടുക്കണം. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടായി പോകും. ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ നീരിറങ്ങി വരും. അത് കളയരുത്. അതും ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ 1 സ്പൂൺ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 2 ദിവസം മാറ്റി വെക്കാം. ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം, അല്ലെങ്കിൽ പുറത്ത് തന്നെ വെച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് ഇവിടെ പുറത്ത് തന്നെയാണ് 2 ദിവസം വെച്ചിട്ടുള്ളത്, ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല. ഇതിപ്പോൾ 2 ദിവസത്തിന് ശേഷം എടുത്തപ്പോൾ നാരങ്ങയെല്ലാം നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. നാരങ്ങയിലേക്ക് നല്ല പോലെ ഉപ്പും പഞ്ചസാരയെല്ലാം പിടിച്ച് കിട്ടുക ഇങ്ങനെ 2 ദിവസം മാറ്റി വെക്കുമ്പോൾ. ഇനി നമുക്കിത് അച്ചാറിടാം. ഇനി ഒരു ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അച്ചാർ കേടാവാതിരിക്കാൻ നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനി ഈ എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1.5 ടീസ്പൂൺ കടുക്, പിന്നെ 1 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് പൊട്ടിച്ചതിന് ശേഷം പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി കട്ട് ചെയ്തത്, 3 മീഡിയം സൈസിലുള്ള പച്ചമുളക് കട്ട് ചെയ്തത്, 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 20 ഈന്തപ്പഴം കുരു കളഞ്ഞതിന് ശേഷം ജാറിലിട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി വീണ്ടും നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായി വഴറ്റി കൊടുത്തതിന് ശേഷം ഫ്ലെയിം നല്ല പോലെ കുറച്ച് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വറുത്ത് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം പ്രത്യേകം ശ്രദ്ധിക്കണം, കൂട്ടി വെക്കരുത്, അപ്പം പെട്ടെന്ന് പൊടികൾ കരിഞ്ഞു പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ വറുത്തെടുക്കണം. ഞാനിപ്പം നല്ല പോലെ വറുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് സാദാ പച്ചവെള്ളം 1 കപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈന്തപ്പഴം ചേർത്തത് കൊണ്ട് അവിടെ ഇവിടെയൊക്കെ ചെറിയ കട്ടകൾ പോലെയൊക്കെ ഉണ്ടാവും. അത് ഈ കയ്യിൽ വെച്ചിട്ട് നന്നായി ഒന്ന് ഉടച്ചു കൊടുത്താൽ മതിയേ. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത വിനാഗിരിയും വെള്ളവും കൂടെ നല്ല പോലെ ഒന്ന് തിളച്ച് വരണം. ഇത് 1 മിനിറ്റ് നമുക്ക് ഇതുപോലെ തന്നെ നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം.
ഈ സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ചെറുനാരങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. റെഡിയാക്കി വെച്ച ചെറുനാരങ്ങ മൊത്തം ഇതിലേക്ക് ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നാരങ്ങ നന്നായി ഒന്ന് ഇതിലേക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണും കൂടെ ഉപ്പ് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ നല്ല ടേസ്റ്റിയായ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ചൂടാറിയതിന് ശേഷം ഗ്ലാസ് ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഈ ജാറ് നല്ല പോലെ തുടച്ചെടുക്കണേ, വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. ഇനി ഒരു പാൻ ചൂടായതിലേക്ക് 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി എണ്ണ നല്ല പോലെ ചൂടായതിന് ശേഷം ഈ അച്ചാറിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ചൂടോടുകൂടി തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കണം. ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള കുപ്പി അല്ലെങ്കിൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല കുപ്പി എടുക്കുക. ഇനി എണ്ണ നല്ല പോലെ തണുക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഇത് നല്ല പോലെ അടച്ചു വെക്കാം. ഇനി ഇത് ഇങ്ങനെ തന്നെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇത് ഉണ്ടാക്കിയ ഉടനെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇത് 2 ആഴ്ച കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് ഒന്നും കൂടെ രുചി കൂടുതലുണ്ടാവുക. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.